എല്ലാവരും സുഖമായിരിക്കണോ? നമ്മളെ സങ്കടപ്പെടുത്തിയ ആളുകളുണ്ടാവും, കുടുംബങ്ങളുണ്ടാവും, നമ്മളെ സങ്കടപ്പെടുത്തിയിട്ടുണ്ടാവും, വേദനിപ്പിച്ചിട്ടുണ്ടാവും, ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ടാവും. അപ്പോഴും നമ്മളെ മനസ്സ് എപ്പോഴും അള്ളാഹുവിൻ്റെ മുന്നിൽ താന്നുകൊണ്ട് നിൽക്കുക. നമ്മളെ സങ്കടപ്പെടുത്തിയ ആളുകളുണ്ടാവും, കുടുംബങ്ങളാണെങ്കിലും ബന്ധുക്കളാണെങ്കിലും അയൽവക്കക്കാരാണെങ്കിലും നമ്മളെ വേദനിപ്പിച്ചവരുണ്ടാവും, പലതുകൊണ്ടും വേദനിപ്പിച്ചവരുണ്ടാവും. പണമില്ല, അവളുടെ ജീവിതം എന്താ അങ്ങനെ, അവളെന്തെങ്ങനെ, അങ്ങനെ പലതുകൊണ്ടും കളിയാക്കിയവരും പരീക്ഷവരും ഒക്കെ ഉണ്ടാവും. അവരുടെ മുന്നിൽ എപ്പോഴും നമ്മൾ താഴാൻ പാടില്ല. അവരുടെ മുന്നിൽ അവരെന്തെങ്കിലും പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പടച്ചോനെ അവർ പറഞ്ഞോട്ടെ, അവർക്ക് പറയാനുള്ളൊരു ഇതുള്ളതല്ലേ അവർ പറയണേ, അവർക്ക് കുറ്റം പറയാനുള്ളൊരു മനസ്സുള്ളതുകൊണ്ടല്ലേ പറയണത് എന്ന് പറഞ്ഞിട്ട് മനസ്സിൽ അവർ പറഞ്ഞോട്ടെ, നമുക്ക് നമ്മളെ മേത്ത് തട്ടില്ലല്ലോ. നമ്മളിപ്പോൾ അവരെ തിരിച്ച് പറയാനും പോകാതിരിക്കുക, നമ്മളെ മേത്ത് തട്ടണമില്ല. വഴി പ്രശ്നമാണെങ്കിലും വേലിൻ്റെ പ്രശ്നമാണെങ്കിലും അയൽവക്കക്കാരാണെങ്കിലും കുടുംബങ്ങളാണെങ്കിലും പലതുകൊണ്ടും ഞാൻ പറഞ്ഞില്ലേ പലതുകൊണ്ടും വേദനിപ്പിക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ അവിടെ മുന്നിൽ എന്ത് ചെയ്യണം? ചിരിച്ചുകൊണ്ട് നിൽക്കുക, അതിന് മറുപടി പറയാതിരിക്കുക. പടച്ചോൻ കാണുന്നുണ്ട് അവരുടെ മനസ്സും നമ്മളെ മനസ്സും. പണമില്ല, സ്വത്തില്ല, അതില്ല, ഇതില്ല എന്നൊക്കെ പറഞ്ഞ് പല ആളുകളും നമ്മളെ കളിയാക്കും, അല്ലെങ്കിൽ അവൾക്ക് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കളിയാക്കും. പക്ഷെ അതിലൊന്നും നമ്മൾ സങ്കടപ്പെടാൻ പാടില്ല. അതിൽ നമ്മൾ ജീവിതം കാണിച്ചു കൊടുക്കുക, ജീവിച്ച് കാണിച്ചു കൊടുക്കുക. അവരുടെ മുന്നിൽ പോയിട്ട് ജീവിക്കാൻ പഠിപ്പിച്ചതിന് സന്തോഷമുണ്ടെന്ന് പറയുക. എന്നിട്ട് അവർ നമ്മളെ സങ്കടപ്പെടുത്തി അവരുടെ മുന്നിൽ നമ്മൾ സംസാരിച്ചു കൊണ്ട് പോവുക, ചിരിച്ചും കൊണ്ട് പോവുക. ആ പകയും ദേഷ്യമൊന്നും നമ്മുടെ കൽബിലുണ്ടാവാൻ പാടില്ല. ആ കൽബിൽ ആ ദേഷ്യം വെച്ചിട്ടുണ്ടെങ്കിൽ പടച്ചോ നമ്മളെ കാണൂല. നമ്മളെ മനസ്സിൽ പകയാണെങ്കിൽ അള്ളാഹു പറയും, നീ അവർ കാണിക്കുന്ന അതുപോലെ നീ കാണിക്കുന്നുണ്ടല്ലോ എന്ന് പടച്ചോ നമ്മളോട് പറയും. അപ്പോൾ ആ പടച്ചോനെ നമ്മൾ ആലോചിച്ച് സമാധാനിച്ചിട്ട് മനസ്സിൽ ധൈര്യം കൊടുക്കുക. താന്നോടത്ത് വെള്ളം നിൽക്കുക എന്ന് പറയില്ലേ. കുത്തുവാക്ക് പറയുന്നവർക്കും കളിയാക്കുന്നവർക്കും പരീക്ഷിക്കുക അള്ളാഹു അതിനെന്തെങ്കിലും ഒരു വഴി കാണിച്ചു കൊടുക്കും. അത് അങ്ങനെ കൊടുക്കട്ടെ, അവർക്ക് അങ്ങനെ ചെയ്യട്ടെ, അങ്ങനെ ഒരു ചെയ്തതിന് അങ്ങനെ കെട്ടട്ടെ ഒന്നും നമ്മൾ പറയാൻ പാടില്ല. അതും പടച്ചോൻ കാണുന്നുണ്ടാവും കേട്ടോ. നമ്മളെ ചീത്ത പറയുന്നവരാണെങ്കിലും നമ്മളെ വഴക്ക് പറഞ്ഞ് പലതുകൊണ്ടും കുറ്റപ്പെടുത്തുന്നവരാണെങ്കിലും നമ്മളവരെ മുന്നിൽ ഞങ്ങളങ്ങനെ കാട്ടിയതുകൊണ്ടല്ലേ നിങ്ങൾക്ക് അങ്ങനെ വന്ന് അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല. അപ്പോൾ മനസ്സെപ്പോഴും നമ്മൾ ക്ലിയറാക്കിയിട്ട് പടച്ചോനോട് പറയും, പടച്ചോനെ നമ്മളെ പറയണത് കേൾക്കുന്നില്ലേ, അപ്പോൾ നമ്മളെ പറയാനുള്ള ഇത് നിങ്ങൾ കൊടുക്കല്ലേ, നമ്മളെ സങ്കടപ്പെടുത്തിക്കാനുള്ള ഒരു അനുവാദം നിങ്ങൾ കൊടുക്കല്ലേ എന്ന് പറയുക. അല്ലാതെ കളിയാക്കണവരുടെ മുന്നിൽ പോയിട്ട് അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് അങ്ങനെ സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് നിൽക്കാൻ പാടില്ല. അവരുടെ മുന്നിൽ വിജയിച്ച് നിൽക്കണം. എന്നിട്ട് പടച്ചോൻ നമുക്ക് ഇന്നലെ നാളെ അവരെ പോലെയുള്ള ഒരു തരുമെന്നുള്ള ഈമാൻ കൊടുക്കുക, അവരെ കുറ്റപ്പെടുത്താതിരിക്കുക. അതാണ് നല്ലത്.